മൂന്ന് രീതിയിലാണ് റമദാനെ തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ 10 നമുക്കറിയാം റഹ്മത്തിന്റെ 10. നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടവരാണ് റഹ്മത്തിന്റെ 10നെ കുറിച്ച്. ആ റഹ്മത്തിന്റെ 10 എങ്ങനെയാണ് റഹ്മത്ത് നമുക്ക് ലഭിക്കുക, എങ്ങനെയാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുക? നമ്മൾ ഖുത്ബയിൽ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ റഹ്മത്ത് കരസ്ഥമാക്കാൻ ഒരുപാട് കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് ഭൂമിയിൽ. അല്ലാഹുവിന്റെ റഹ്മത്ത് കരസ്ഥമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ട് എപ്പോഴും അല്ലാഹു നമ്മളെ നോക്കുന്നുണ്ട്, അല്ലാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന രീതിയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ഭൂമിയിലെ ജീവിതത്തിൽ അത്തരത്തിലാക്കി തീർക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് അവന് കരസ്ഥമാകും. അത് ഒന്നാമത്തെ കാരണമാണ്. രണ്ടാമത് മഹാന്മാർ പഠിപ്പിച്ചത് തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. റമദാനിന്റെ ഉദ്ദേശം തന്നെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടതുപോലും നിങ്ങൾ സൂക്ഷ്മതയുള്ളവർ, തഖ്വയുള്ളവരായി തീരുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞതെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നതായി കാണാം. രണ്ടാമത്തത് റഹ്മത്ത് കിട്ടാൻ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ രണ്ടാമത്തെ കാരണം അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു, നമ്മള് കേവലം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം അല്ലാഹു എന്ന് മാത്രം ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രം അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയില്ലല്ലോ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് ഒരുപാട് കാരണങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പരിശുദ്ധമായ 2 നാമങ്ങളാണ് അർ-റഹ്മാൻ എന്ന നാമവും അർ-റഹീം എന്ന നാമവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എവിടെയും എപ്പോഴും മനുഷ്യൻ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, എവിടെ പോയാലും ഏതൊരു നല്ല കാര്യം ചെയ്താലും നമ്മൾ ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ നാമങ്ങൾ കൊണ്ടാണ്. അതിൽ റഹ്മാൻ എന്ന വാക്ക് പരിശുദ്ധമായ ഖുർആനിൽ 54 പ്രാവശ്യം പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ റഹീം എന്ന വാക്ക് ഖുർആനിന്റെ ആയത്തുള്ള സൂറത്തുകളുടെ എണ്ണം പോലെ 114 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഈ 2 വചനങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നതാണ്. എപ്പോഴും നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, റഹ്മാനായ അല്ലാഹുവേ, റഹീമായ അല്ലാഹ്, ഇർഹംനാ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ അല്ലാഹ്, നമ്മളോട് കാരുണ്യം കാണിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരു മനുഷ്യന് ഒരടി മുന്നോട്ട് വെക്കാനോ ജീവിക്കാനോ കഴിയില്ല. അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് മഴ പെയ്യപ്പെടുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിന്റെ കാരുണ്യം ഇല്ലെങ്കിൽ മാത്രമാണ് നരകത്തിൽ നിന്നൊരു മോചനം നമുക്ക് ലഭിക്കുകയുള്ളൂ. നാളെ 6 അടി മണ്ണിന്റെ ഉള്ളിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയും അല്ലാഹുവിന്റെ കാരുണ്യം കൂടിയേ തീരുകയുള്ളൂ. അല്ലാഹുവിന്റെ കാരുണ്യം കൂടിയേ തീരുകയുള്ളൂ. ആ അല്ലാഹുവിന്റെ കാരുണ്യങ്ങൾ നേടാൻ ഒരുപാട് അസ്ബാബുകൾ പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറയപ്പെട്ട ഒരു സബബുണ്ട്, ഒരു കാരണമുണ്ട്. അതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർറാഹിമൂന, കരുണ ചെയ്യുന്നവരുണ്ടല്ലോ, യർഹമുഹുർ റഹ്മാൻ, അല്ലാഹു അവർക്ക് കരുണ ചെയ്യുന്നതാണ്. അതുകൊണ്ട് യർഹമു മൻ ഫിൽ അർളി, ഭൂമിയിലുള്ള ആളുകൾക്ക് നിങ്ങൾ കരുണ ചെയ്യണേ. ഭൂമിയിലുള്ള ആളുകൾക്ക് നിങ്ങൾ കരുണ ചെയ്താൽ യർഹമുകും മൻ ഫിസ് സമാ,
റമദാനിൽ ഈ റഹ്മത്തിന്റെ പത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ, നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നു വന്നപ്പോൾ ഒരു മനുഷ്യൻ വെയിൽ കൊണ്ട് നടന്നു വരികയാണ്. നമ്മൾ ഒരു വാഹനത്തിലാണ് നടന്നു വന്നത്, നമ്മളൊരു കാർ ഓടിച്ചു വന്നവരായിരിക്കാം, നമ്മളൊരു ബൈക്കിൽ വന്നവരായിരിക്കാം. ആ വെയിലത്ത് നടന്നു വരുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ, ഇത്രയും ചുട്ടുകൊള്ളുന്ന വെയിൽ, ഇത്രയും പ്രയാസമുള്ള സമയത്ത് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോൾ, അവന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട്, നീയും വരുന്നോ, താങ്കളും എന്റെ കൂടെ വരുന്നോ പള്ളിയിലേക്കെന്ന് ചോദിക്കാൻ തോന്നുന്ന കരുണയുണ്ടല്ലോ. ആ കരുണ നമുക്കുണ്ടാകാതെ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിട്ട് അല്ലാഹുവേ എന്നോട് നീ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ പ്രാർത്ഥന അല്ലാഹുവിന്റെ മുമ്പിൽ സ്വീകാര്യമല്ല. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം കരുണ ചെയ്യേണ്ട ആളുകൾ ഭൂമിയിൽ ഒരുപാടുണ്ട്. അല്ലാഹുവിന് 100 കരുണയുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് ഒരു കരുണ മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടത്. ആ കരുണയുടെ ഭാഗമാണ് നമുക്ക് നമ്മളോടുള്ള, മക്കളോടുള്ള കരുണ, മക്കളോടുള്ള സ്നേഹം, മക്കളോടുള്ള കരുതലൊക്കെ ആ കരുണയുടെ ഭാഗമാണ്. ഒരു പശു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം അതിന്റെ കുഞ്ഞിനെ ചവിട്ടാതെ അതിന്റെ കാലിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയ 100 അംശമാകുന്ന കരുണയുടെ ഭാഗമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ബാക്കി 99 വരുന്ന കരുണ അല്ലാഹു മാറ്റി വച്ചിരിക്കുന്നത് നാളെ മഹ്ശറിലേക്കാണ്. നാളെ സ്വർഗ്ഗത്തിൽ പോകുന്നവർക്ക് വേണ്ടി, നാളെ മഹ്ശറിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി, നാളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോകുന്ന ആൾക്ക് വേണ്ടി 99 കരുണകൾ റഹ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി വച്ചിരിക്കുകയാണ്. ആ കരുണയാണ് ഓരോ നിസ്കാരത്തിന് ശേഷവും റമദാനിന്റെ തുടക്കത്തിൽ 10 ദിവസങ്ങളിൽ ഓരോ സത്യവിശ്വാസിയും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്നത്. ആ ചോദിക്കുമ്പോൾ, അങ്ങനെ ചോദിക്കുമ്പോൾ നിന്റെ വീട്ടിൽ പണിയെടുക്കുന്ന ആൾ, നിന്റെ വീട്ടിൽ വരുന്ന തൊഴിലാളിയോട്, നിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയോട്, നിന്റെ കീഴിൽ പണിയെടുക്കുന്നവരോട് നമുക്ക് കരുണയുണ്ടെങ്കിൽ മാത്രമേ അല്ലാഹുവിനോട് ആ കരുണ ചോദിക്കാൻ നമുക്ക് അവകാശമുള്ളൂ. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ മറ്റുള്ളവരോട് നമുക്ക് കരുണ വേണ്ടേ? മറ്റുള്ളവരോട് നമുക്ക് കരുണ തോന്നണ്ടേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, ഏതൊരല്ലാഹുവിന്റെ കയ്യിലാണോ എന്റെ റൂഹുള്ളത്, ഞാൻ ആരുടെ നിയന്ത്രണത്തിലാണോ ഉള്ളത്, ആ അല്ലാഹുവിനെ തന്നെ സത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റഹ്മത്ത് കൊടുക്കുകയില്ല, ഇറക്കി കൊടുക്കുകയില്ല. ആർക്കല്ലാതെ? ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുന്നവരോടല്ലാതെ. അതൊരു മൃഗത്തിനോടാണെങ്കിലും ശരി, അതൊരു ചെറിയ മൃഗത്തിനോടാണെങ്കിലും ശരി, കരുണ നമ്മളെ കാണിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കരുണ പഠിപ്പിക്കാൻ വേണ്ടി കഥ പറഞ്ഞു കൊടുത്തല്ലോ സഹാബത്തിനോട്. നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. ഒരു മനുഷ്യൻ, തെമ്മാടിയായ മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, വല്ലാതെ ദാഹിച്ച് പൊരിവെയിലത്ത് ദാഹിക്കുമ്പോൾ അയാൾ അവിടെ ഒരു കിണർ കാണുകയാണ്. ആ കിണറിലേക്ക് ഇറങ്ങിയിട്ട് അയാൾ വെള്ളം കുടിക്കുകയാണ്. അങ്ങനെ അയാൾ വെള്ളം കുടിച്ചിട്ട് അയാള് നടക്കുമ്പോൾ അതാ ഒരു നായ അതിങ്ങനെ വെള്ളം കിട്ടാതെ അതിങ്ങനെ നാവ് പുറത്തേക്ക് ഇടുകയാണ്. അതിങ്ങനെ മണ്ണ് തിന്നാൻ ശ്രമിക്കുകയാണ്. ദാഹം സഹിക്കാൻ കഴിയാതെ മണ്ണിങ്ങനെ തിന്നുമ്പോൾ ആ മനുഷ്യൻ മനസ്സിലാക്കിയവൻ ചിന്തിച്ചു, ഈ എനിക്ക് കുറച്ച് നേരത്തെ ഉണ്ടായ ദാഹം എത്രയാണോ, അതിന്റെ കാഠിന്യം എത്രയായിരുന്നു, അതുപോലെ തന്നെയല്ലേ ഈ നായ്ക്കും എന്തുള്ളത്, ദാഹമുള്ളത്, കാഠിന്യമുള്ളത്. അതുകൊണ്ട് ആ മനുഷ്യൻ തന്റെ കാലിൽ കിടന്ന ചെരിപ്പൂരിയിട്ട് ആ ചെരിപ്പിൽ വെള്ളം എടുത്തുകൊണ്ട് ആ നായ്ക്ക് വെള്ളം കൊടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കരുണ കണ്ടുകൊണ്ട് ആ മനുഷ്യന് പാപങ്ങൾ പുറത്തു കൊടുത്തു എന്ന് മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ സഹാബത്ത് പ്രവാചകനോട് ചോദിക്കുകയാണ്, നബിയേ അൽ ബഹായിം, ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും കരുണ ചെയ്താൽ, ജീവജാലങ്ങളോട് കരുണ ചെയ്താൽ അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് കൂലി കിട്ടുമെന്നാണോ നബിയെ പറയുന്നത്? ഏതെങ്കിലും ഒരു പക്ഷിക്ക് വെള്ളം കൊടുത്താൽ, പൂച്ചക്ക് ഭക്ഷണം കൊടുത്താൽ, നായ്ക്ക് വെള്ളം കൊടുത്താൽ, കാക്കക്ക് വെള്ളം കൊടുത്താൽ ഇതിനൊക്കെ ഞങ്ങൾക്ക് കൂലിയുണ്ടോ നബിയെ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയോഗിച്ചതിന് മറുപടിയായി പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട്. ഏറ്റവും ഒരു പച്ചയായ ഹൃദയമുള്ള മനുഷ്യരെന്നർത്ഥം വെക്കാൻ നമുക്ക്. ഒരു ഹൃദയമുള്ള ഏതൊരു ജീവിക്കും വേദനകൾ തിരിച്ചറിയുന്ന ജീവികളുണ്ടല്ലോ, പ്രയാസങ്ങളുള്ള ജീവികളുണ്ടല്ലോ. മനുഷ്യജീവനുള്ള ഏതൊരു ജീവിക്കും അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്താൽ, അവരോട് കരുണ ചെയ്താൽ അതിന് കൂലിയുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതായി കാണാം. നമ്മളത് മനസ്സിലാക്കണം. ആ കാരുണ്യം എത്രയാ! ഒരുപാട് ആളുകൾ ഈ റമദാൻ മാസത്തിൽ, ഈ റമദാൻ അല്ലാത്തപ്പോൾ ഈ വേനൽക്കാലത്ത് കൊടും ചൂട് കൊണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ചെറിയ ചെറിയ സഞ്ചികളിൽ കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ വരും, അല്ലേ? അവരുടെ വീടുകളിൽ അവർ കൈകൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ, അവരുടെ കൈകൊണ്ട് നിർമ്മിച്ചതായ ഉപകരണങ്ങൾ, ഇതൊക്കെ ഇവരിങ്ങനെ പൊരുവെയിലത്ത് ചൂടത്ത് അവരതിങ്ങനെ ചുമന്നുകൊണ്ട് റോഡുകളിൽ നിന്നുകൊണ്ടും അല്ലാതെയും വിൽക്കുന്നതായി നമുക്ക് കാണാം. അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരിൽ നിന്നത് വാങ്ങുമ്പോൾ 100 രൂപയുടെ സാധനമാണത്. ആ 100 രൂപയുടെ സാധനം നമ്മൾ എന്ത് ചെയ്യും? അവരോട് വില പേശുകയാണ്. റോട്ടിൽ അങ്ങനെ നിൽക്കുന്നവരോട് നമ്മൾ വില പേശും, വീട്ടിലേക്ക് വരുന്നവരോട് വില പേശിയിട്ട് 100 എന്നത് നമ്മൾ എങ്ങനെയെങ്കിലും 75 രൂപക്ക് അത് വാങ്ങാൻ ശ്രമിക്കും. 25 രൂപ നഷ്ടപ്പെടുത്തിയിട്ട് വില പേശി വാങ്ങും. ആ പാവം അത് 75 രൂപക്ക് വിൽക്കാൻ തയ്യാറാകും. കാരണം എന്താ? വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് നടന്നു വന്നതാണ്. ഇതിവിടെ കച്ചവടം ചെയ്യാതെ പോയാൽ താൻ ഒഴുകിയ വിയർപ്പിന് പ്രതിഫലമില്ലാതെ വരും, ഗുണമില്ലാതെ വരും. താൻ ചെലവഴിച്ച ആരോഗ്യവും താൻ അനുഭവിച്ച ചൂടും താൻ കൊണ്ട വെയിലും ഒന്നും ഉപകാരപ്പെടാതെ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരുമോ എന്നറിയുമ്പോൾ ആ മനുഷ്യൻ ഒരുപാട് ലാഭം കിട്ടിയില്ലെങ്കിലും അത് വിൽക്കാൻ തയ്യാറാകുന്നു എങ്കിൽ അതേ സാധനം തന്നെ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടെ ചെന്നുകൊണ്ട് ട്രോളി എടുത്തിട്ട് പോയിട്ട് അതിലേക്ക് അതേ സാധനം വലിച്ചിടുമ്പോൾ അതിൽ അവൻ എഴുതി വെച്ചിരിക്കുന്ന 150 രൂപക്ക് ഒരു പേശലും കൂടാതെ ഒരു തർക്കവും കൂടാതെ ആ 150 രൂപയും കൊടുത്തത് വാങ്ങുകയാണ്. അവനിരിക്കുന്നത് AC-യുടെ ചുവട്ടിലാണ്, ഫാനിന്റെ ചുവട്ടിലാണ്. അവനോട് നമ്മൾ പേശുന്നില്ല, അവനോട് നമ്മൾ തർക്കിക്കുന്നില്ല. അവൻ ചോദിക്കുന്ന എത്രയും വലിയ എത്ര പൈസയാണെങ്കിലും അത് കൊടുത്തു വാങ്ങുമ്പോൾ അതേ സാധനം വെയിൽ കൊണ്ടുകൊണ്ട് തന്റെ അധ്വാനത്തിന്റെ ഭാഗമായി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ പോലും തർക്കിക്കുന്നുവെങ്കിൽ മനുഷ്യന്റെ മനസ്സിലെ കാരുണ്യമാണ് പോകുന്നത്. അവിടെ ഒരു 10 രൂപ കൂടുതൽ കൊടുക്കാൻ കഴിയണം. കാരണം എന്താ? അവന്റെ കുടുംബത്തെ പോറ്റാൻ, അവന്റെ മക്കളെ നോക്കാൻ, അവന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവന്റെയും അവന്റെ കുടുംബത്തിന്റെയും അരച്ചാൻ വയറിന് വേണ്ടിയാണ് അവൻ നമ്മുടെ മുന്നിലേക്ക് ഈ വെയിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് അവനോട് പേശുകയില്ല. അവന് ആ കാശ് കൊടുത്തുകൊണ്ട് അത് വാങ്ങാനുള്ള ഒരു മനസ്സെന്ന് പറയുന്നതാണ്. അതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കാരുണ്യം. ഇപ്പോ നമുക്കറിയാം, ഒരുപാട് പേരുള്ള സമയമാണ്. നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഒരുപാട് പണിക്കാരുണ്ടാകും, വീടുകളിൽ പണിയുന്നവരുണ്ടാകും, പ്ലംബിങ്ങിന്റെ വർക്ക് ചെയ്യുന്നവരുണ്ടാകും, വയറിങ്ങിന്റെ വർക്ക് ചെയ്യുന്നവരുണ്ടാകും, മറ്റ് പണികളിൽ വരുന്നവരുണ്ടാകും. അവരൊക്കെ ചിലപ്പോൾ 5 മണി വരെ പണിയേണ്ടവരാണെങ്കിൽ 4 മണിയാകുമ്പോൾ അവരോട് നിങ്ങൾ പോയിക്കോ, എന്ന് നോമ്പല്ലേ എന്ന് പറഞ്ഞ് അവർക്ക് അവരുടെ കൂലി പൂർത്തീകരിച്ച് കൊടുക്കുന്നൊരു കാരുണ്യമാണ്. അതൊരു കാരുണ്യമാണ്. ഈ കാരുണ്യമാണ് ഈ 10 ദിവസങ്ങളിൽ നമുക്കുണ്ടാകേണ്ടത്. ഇത്തരത്തിലൊരു കാരുണ്യവുമില്ലാതെ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു ലജ്ജയുമില്ലാതെ അല്ലാഹുമ്മ റഹംനി, അല്ലാഹ്
കഴിയുമ്പോൾ അത് കരുതിക്കൊണ്ട് ഒരു 100 രൂപ എടുത്ത് പോക്കറ്റിലിടാനുള്ള മനസ്സില്ലെങ്കിൽ നമ്മളിങ്ങനെ അവിടെ വന്നിട്ട് പൈസ ഇല്ല അല്ലേ കൊടുത്തതിന് നോക്കൂ, ഇല്ല അല്ലെങ്കിൽ എനിക്ക് മനസ്സുണ്ടായി. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരു 100 രൂപ 10ന്റെ 10 നോട്ട് എടുത്ത് പോക്കറ്റിലിട്ടിട്ട് ആരെങ്കിലും ഒരു 10 പേരിന്ന് പള്ളിയിലുണ്ടാകും. ആ 10 പേർക്ക് 10 രൂപ വെച്ചുകൊണ്ട് 10 പേർക്ക് കൊടുക്കാൻ ഒരു 100 രൂപ പോക്കറ്റിലിട്ട് വരാതെ അത് മനഃപൂർവ്വം പേഴ്സെടുത്ത് വീട്ടിൽ വെച്ചിട്ട് ഇവിടെ വന്ന് ഫസ്റ്റ് സഫിൽ ഇരുന്നിട്ട് അള്ളാഹുവിനോട് കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? എന്തർത്ഥമാണുള്ളത്? ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതാണ് കരുണ എന്ന് പറയുന്നത്. ആ കാരുണ്യം നമ്മളെല്ലാവരോടും കാണിക്കണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവിടെ തലയിൽ തട്ടമിട്ടവനെന്ന് തട്ടിട്ടവളെന്ന് നോക്കേണ്ടതില്ല, നെറ്റിയിൽ കുറുതൊട്ടവളെന്ന് നോക്കേണ്ടതില്ല, കയ്യിൽ ചരട് കെട്ടിയവനെന്ന് നോക്കേണ്ടതില്ല, തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതില്ല. അതിനപ്പുറം അവരെയൊക്കെ സഹായിക്കാൻ കഴിയണം. ഇപ്പൊ ഈ റമദാൻ തുടങ്ങിയപ്പോൾ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയുന്ന ഒരു സർക്കുലർ നമ്മളിങ്ങനെ വാട്സപ്പിലൂടെ ഷെയർ ചെയ്തു. പോലീസുകാർ അവരുടെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് കേരള പോലീസ് ഇങ്ങനെ ഒരു പ്രസ്താവന നമ്മൾ നടത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കുലർ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന് ഔദ്യോഗികമായി കേരള പോലീസ് അവരുടെ വാട്സപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതായി കാണാം. എന്തായിരുന്നത്? ഒരുപാട് ആളുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവര് കള്ളന്മാരാണ്, അവർ പിടിച്ചു പറിക്കാരാണ്. നിങ്ങൾ അവർക്ക് കൊടുക്കല്ലേ പൈസ, നിങ്ങൾ അവരെ സഹായിക്കല്ലേ, അവരെ അകറ്റി നിർത്തണേ എന്ന തോന്നൽ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാമല്ലോ. സൂറത്തുൽ മാഊൻ ഏറ്റവും പ്രധാനപ്പെട്ട റഹ്മത്തിന്റെ ഈ 10 ഓതാൻ പറ്റുന്ന ഒരു സൂറത്താണത്. ഈ മതത്തെ കളവാക്കുന്നവരാരാണെന്നറിയുമോ? ഈ മതത്തിലെ വ്യാജന്മാരാണെന്നറിയുമോ? ഈ മതത്തിലെ വ്യാജന്മാരെന്ന് പറയുന്നത് യതീമീൻ മക്കളെ കണക്കാക്കാത്തവരാണ്, അവരെ സഹായിക്കാത്തവരാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറാത്തവരാണ്. പാവപ്പെട്ട മിസ്കീന്മാരായ ആളുകൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകാത്ത ആളുകളാണ് ഈ മതത്തിലെ വ്യാജന്മാരെന്ന് പറയുന്നത്. എന്നിട്ട് അവരെ നിസ്കരിക്കാൻ വരികയാണ്, ഒരുപാട് കൈ ഉയർത്തി അവർ ദുആ ചെയ്യുകയാണ്. പക്ഷേ ആ ദുആക്ക് നിസ്കരിക്കുന്ന ഈ ആളുകൾക്കാണ് കേട്ടോ വൈലെന്ന നരകം. കാരണം എന്താ? അല്ലദീനഹും യുറാഊൻ, ആളുകൾ കാണാൻ വേണ്ടി ചെയ്തതാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരു ഹാജിയാര് നമ്മൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു ചരിത്രം പോലെ അല്ലെങ്കിൽ ഒരു ഉദാഹരണം പോലെ, ഒരു ഹാജിയാര് ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് ഇങ്ങനെ വരികയാണ്. വെള്ള വസ്ത്രം ധരിച്ച് തലയിൽ തൊപ്പി ധരിച്ച് രാവിലെ തന്നെ പള്ളിയിലേക്ക് റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ആദ്യ സഫിൽ സ്ഥലം കിട്ടണമെന്ന് കരുതി ഒരു ഹാജിയാര് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആ ഹാജിയാരുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ വന്നിട്ട് പറഞ്ഞു, ഉമ്മ പെട്ടെന്ന് ഫോൺ വന്നിരിക്കുന്നു, ഉമ്മാക്ക് സുഖമില്ല, ഞാനൊന്ന് വീട്ടിൽ പോകട്ടെ എന്ന് പറയുമ്പോൾ ആ സ്വന്തം മാതാവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അന്ന് ലീവ് ചോദിച്ച മനുഷ്യന്റെ മുഖത്തേക്ക് ദേഷ്യത്തോടുകൂടെ നോക്കിയിട്ട് അയാൾ തസ്ബീഹ് മാലയും പിടിച്ചുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തൊപ്പി ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്നിട്ട് ആദ്യത്തെ സഫിൽ ഇമാമിന്റെ വലത് ഭാഗത്തിരുന്നുകൊണ്ട് ഇമാം ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ആമീൻ കരുണ ചെയ്യണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിസ്കാരം എടുത്ത് അവന്റെ നോമ്പെടുത്ത് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയില്ലേ? കാരണം അവിടെ ഒരുത്തൻ അവന്റെ മാതാവിന് സുഖമില്ലെന്ന് പറഞ്ഞു നിന്നപ്പോൾ, അവന്റെ കുടുംബത്തിന് സുഖമില്ലെന്ന് പറഞ്ഞപ്പോൾ അവന്റെ മുഖത്തേക്ക് ദേഷ്യത്തോടുകൂടെ നോക്കിയിട്ട് ഈർഷ്യത്തോടുകൂടെ നോക്കിയിട്ട് ഇറങ്ങി പള്ളിയിലേക്ക് വന്നവരാണ്. എന്നിട്ട് അവൻ ഇവിടെ വന്നിരുന്ന് ചോദിക്കുന്നത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. എങ്ങനെ കാരുണ്യം കൊടുക്കാനാണ്? ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു നമുക്കെല്ലാവർക്കും കരുണ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കരുണ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കരുണ കിട്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്
നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഫാത്തിഹ.